അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ട് വീട്ടിലൊന്നും കഴിക്കാൻ ഭക്ഷണമേ ഇല്ല. അപ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് അവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ അവർ കണ്ടു ഉമർ റളിയല്ലാഹു അൻഹു ഇതേ അവസ്ഥയിലാണ് ഉള്ളത്. അവരാരും തന്നെ കുറേ ദിവസങ്ങളായിട്ട് ഒന്നും ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾക്കറിയാമേ ചരിത്രം പറയുന്നത്, അവർ ഒരു സഹാബിയുടെ വീട്ടിൽ പോയിട്ട് അവസാനം കുറച്ച് ഭക്ഷണം കിട്ടി. അത് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ചെറിയ ഭക്ഷണം തന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഭക്ഷണത്തിന്റെ പേരിൽ പോലും നാളെ വിചാരണ ചെയ്യപ്പെടും. ഇത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖിന് വല്ലാതെ വിഷം പൊട്ടിക്കരഞ്ഞ്, നബിയെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്നിട്ട് നമ്മൾക്ക് ഈ കിട്ടിയ ഒരു ചെറിയ വിശപ്പടങ്ങാൻ മാത്രമുള്ള ഒരു കുറച്ച് ഭക്ഷണത്തിന്റെ പേരിൽ പോലും നാളെ വിചാരണ ചെയ്യപ്പെടുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ, തീർച്ചയായിട്ടും സഹോദരന്മാർ, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചരിത്രം വെറുതെ കേട്ട് പോവുകയല്ല. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു പറയണ്ടായി, ഖലീഫായപ്പോൾ, ഞാനൊരു മൃഗമായിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു. എന്തുകൊണ്ട് വെച്ചാൽ മൃഗങ്ങൾക്കൊരു വിചാരണ ഇല്ലാലോ. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് എടുക്കുമോ ഭയപ്പാട്. എന്റെ ഭരണത്തിൽ എവിടെയെങ്കിലും ഒരു ആട്ടുംകുട്ടിയാ മറ്റും മരണപ്പെട്ട് കഴിഞ്ഞാൽ, വിശന്നിരുന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമല്ലോ. ഇതൊക്കെ ഒന്ന് ചിന്തിക്ക് സഹോദരന്മാരെ. ഞാനൊരു മൃഗമായിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഭയപ്പാട് കൊണ്ട് പോരാ, അവരവരുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ പറ്റുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായൊരു ഭയമുണ്ട്, ആശങ്കയുണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ചും പറയാൻ കാരണം, ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആത്മാർത്ഥമായിട്ട് വിലയിരുത്ത് സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതം പറഞ്ഞത് തനി കന്നുകാലികളെ പോലെ മൃഗങ്ങളുടെ കാട്ടി മോശമാണോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അന്ന് സഹാബാക്കൾ അങ്ങനെ ആഗ്രഹിച്ച് എന്താ വെച്ചാൽ വിചാരണ ചെയ്യപ്പെടേണ്ട ആവശ്യം വരില്ല എന്നാലോചിച്ചിട്ട്, ഇന്ന് നമുക്ക് അള്ളാനെ മുഴുവനും മറന്നിട്ട് കന്നുകാലികൾ മൃഗങ്ങളുടെ കാട്ടി മോശമായ ഒരു ജീവിതമാണോ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കുക സഹോദരന്മാരെ. ഖുർആനിൽ ഒരുപാട് മൃഗങ്ങളുടെ പേരെടുത്തിട്ട് തന്നെ സൂറത്തുകളുണ്ട്. പശു, ബഖറ എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ നഹ്ലുണ്ട്, സൂറത്തുൽ അൻആം ഉണ്ട്, സൂറത്തുൽ നംലുണ്ട്. ഒരുപാട് സ്ഥലത്ത് കന്നുകാലികൾ ഉപമിച്ചിട്ടുണ്ട് അല്ലാഹു. മനുഷ്യന്റെ ജീവിതം എന്നത് ഒരു കൊതുകിനെ പറ്റി ബഊലത്ത് എന്ന് പഠിപ്പിച്ച്, ഒരു ഈച്ചയെ പറ്റി പറയുന്നു. പലയിടത്തും മൃഗങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നി, നിങ്ങളൊന്ന് ഓരോരുത്തരും അവനവനെ പറ്റി വിലയിരുത്തുക. നമ്മുടെയൊക്കെ ജീവിതം, നമ്മളെ കാട്ടി സമാധാനത്തിൽ ജീവിക്കുന്നത് മൃഗങ്ങളായിരിക്കും. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള മൃഗങ്ങളെ നിങ്ങളെ പട്ടിയും പൂച്ചയൊക്കെ കാണുന്നുണ്ടാവും. അവര് യഥാർത്ഥത്തില് ഭക്ഷണം കഴിക്കാൻ രാവിലെ പുറപ്പെടും. അവര് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും. അവർക്കൊരു ഭയവുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. അവർക്ക് അന്നത്തേക്ക് ഭക്ഷണം, അവർക്കൊരു ഭയമില്ല. അവർ നമ്മളിങ്ങനെ വല്ലാതെ ഓടി വീർപ്പ് മുട്ടുന്നില്ല. അവര് കൃത്യസമയത്തിന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. അവര് വൈകുന്നേര സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവര് ഭക്ഷണം കഴിക്കുകയേ ചില ചുറ്റുപാടുകൾ എവിടെയെങ്കിലും നിരീക്ഷിച്ചു നോക്ക്. വല്ലാതെ വാരിക്കോരി വൈകുന്നേര സമയം കഴിക്കുന്ന ഒരൊറ്റ മൃഗം ഉണ്ടാവില്ല. അവർക്ക് വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭക്ഷണം നിർത്തും. പിന്നെ അവർ പിന്നെ വാരിക്കോരി കഴിക്കില്ല. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി എന്തൊക്കെയോ ഓടുക. രാവിലെ ഓടിയിട്ട് രാത്രി എത്തും. എന്നിട്ട് ഉള്ള ഹറാമും ഹലാലും ഒന്നും നോക്കാതെ എന്തൊക്കെയോ ഹറാമായ സമ്പത്തിൽ നിന്ന് ഭക്ഷണം മേടിക്കും, ഹറാമായ ഭക്ഷണം കഴിക്കും, വേണ്ടാത്ത മനുഷ്യന് ശരീരം യോജിക്കാത്ത ഒരുപാട് ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കും. അവസാനമോ നമ്മുടെ അവസ്ഥ എന്താ? 40 വയസ്സാകുമ്പോഴത്തേക്ക് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഹാർട്ട് അറ്റാക്ക്, പിന്നെ 5 ഗുളിക, 10 ഗുളിക. ഈ ഗുളികേന്റെ മേത്താണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിലയിരുത്തിയ സഹോദരന്മാരെ. വൃത്തികെട്ട ഭക്ഷണം കഴിച്ചിട്ട് മഞ്ഞപ്പിത്തം വരുന്നു, ഛർദ്ദിക്കുന്നു.
ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വെറ്റിനറി ഹോസ്പിറ്റൽ ഇങ്ങനെ കുന്നുകൂടുന്നില്ല. ഓരോരോ ദിവസം കഴിയുന്ന ഓരോരോ വെറ്റിനറി ഹോസ്പിറ്റൽ കൂടി വരുന്നില്ല. എന്നാ നമ്മുടെ മനുഷ്യന്മാർക്കുള്ള ഹോസ്പിറ്റൽ ആലോചിച്ച് നോക്ക്. അത് ഓരോ മാസം ഓരോ കൊല്ലമാകുമ്പോൾ പുതിയ ഹോസ്പിറ്റലുകളാ. ഹോസ്പിറ്റലാണ് നിറയെ പേഷ്യൻസുമാണ്. ആലോചിക്കുക സഹോദരന്മാരെ, ഒരൊറ്റ ഹോസ്പിറ്റലിൽ കാലിയായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ച് രോഗിയാകെ തീരുന്നു. മൃഗങ്ങളാവട്ടെ, അവർക്ക് നല്ല ആരോഗ്യത്തോടെ സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അവർക്ക് നല്ല ആഫിയത്തുണ്ട്. അവർ വലിയ രോഗികളാവുന്നില്ല. വലിയ രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ വരുന്നില്ല. അവർക്ക് ഫാറ്റി ലിവർ വരുന്നില്ല. ഇന്നേവരെ ഒറ്റൊന്ന് ICUയിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നില്ല. നമ്മുടെ അവസ്ഥ എന്താ? നമ്മളാണോ മൃഗമാണോ നല്ലത്? സമാധാനത്തിൽ ജീവിക്കുന്ന ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്. അവർക്കൊരു ഭയപ്പാടില്ല. നമ്മൾ എന്തിനൊക്കെയോ ആണ് ഭയപ്പെടുന്നത്. 10 തലമുറകൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം പോലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പോലും നമ്മൾ ഭയപ്പെടുന്നു. സമ്പത്തിന് വേണ്ടി ഓടുന്നു. ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം എന്തായാലും എൻ്റെ നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഉണ്ടാകും. എന്നിട്ടും നമ്മൾക്ക് സ്വസ്ഥമില്ല, മനസ്സമാധാനമില്ല. അസ്തഗ്ഫിറുല്ലാഹ്. ഇനി നിങ്ങൾ നോക്ക്, മൃഗങ്ങള് അവര് വസ്ത്രം ധരിക്കില്ല. എന്തുകൊണ്ടെച്ചാൽ അവരുടെ നഗ്നത, അവരുടെ ലൈംഗിക അവയവങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല 4 കാലുള്ളത് കൊണ്ട് അതിന്റെ ഉള്ളിലാണ്. അത് പെട്ടെന്ന് വെളിവാവില്ല, കാണില്ല, പുറത്ത് കാണില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കും, ഒരു മൃഗങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ കാണില്ല. അത് 4 കാലുണ്ട്, അതിന്റെ ഉള്ളിൽ അള്ളാഹു സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹു നമ്മൾ 2 കാലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈംഗിക അവയവം നമ്മൾ കൃത്യമായിട്ട് മറച്ചു വെച്ചിട്ടില്ല. അതിങ്ങനെ പുറത്തേക്ക് കാണുന്ന വിധത്തിലേക്കാണ് ഇന്ന് പലരും നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കുക സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ വസ്ത്രധാരണ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക, വൾഗാരിറ്റി എന്ന് പറയും. അതായത് വസ്ത്രം ഉടുത്തിട്ടുണ്ടോ, ഉടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ, അതേപോലെ കാണാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളത്. എത്രത്തോളം ട്രാൻസ്പാരന്റ് ആവുന്നു, എത്രത്തോളം കുറവാകുന്നു, ഇതാണ് ഇന്ന് സംസ്കാരം എന്ന്, ഇതാണിന്ന് മാന്യത എന്ന് പറയും. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ വസ്ത്രം കുറയുന്നതാണ് മാന്യത എന്തെങ്കിൽ ഏറ്റവും നല്ല മാന്യന്മാരായിട്ട് ജീവിക്കുന്നത് മൃഗങ്ങളാണ്. എന്തുകൊണ്ട്? അവർ വസ്ത്രം തന്നെ ഇല്ല. വസ്ത്രം തന്നെ ഇടാതെ അവര് പക്ഷെ മാന്യമായിട്ട് അവരെ കാണുമ്പോൾ ഒരു വൾഗാരിറ്റി ഇല്ല. ഒരു മൃഗങ്ങളെ കാണുമ്പോൾ നമുക്കൊരു വേണ്ടാത്ത വൃത്തികേട് തോന്നില്ല. അപ്പൊ നമ്മളാണോ മൃഗമാണോ സഹോദരന്മാരെ നല്ലത്? ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇനി അവർക്ക് ഇണ ചേരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇണ ചേരുന്നുണ്ട്. പക്ഷെ ഇണ ചേർന്ന് അവർ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹുവിലെ കോടികളാണ് ഓരോ കല്യാണത്തിന് അടിച്ചു പൊളിക്കുന്നത്. കോടികൾ അടിച്ചു പൊളിച്ച് അവസാനം ഇതേ ദമ്പതികളുടെ കോടതിയിലേക്ക് എത്തുന്നു. ആലോചിക്കുക, എന്തൊരു ദുരന്തമാണ് മനുഷ്യന്റെ ജീവിതം. പലപ്പോഴും ആലോചിച്ചു പറഞ്ഞിട്ട്, കോടികൾ ചെലവഴിച്ചിട്ട് കോടതിയിലേക്ക് എത്തുന്നു. ഒരു വർക്കത്തും ഇല്ലാത്ത പല കല്യാണം. ഒരു സമാധാനമില്ല, സന്തോഷമില്ല, സംതൃപ്തിയില്ല. എപ്പോഴും വഴക്ക് കൂടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. ഏറ്റവും വലിയ നരകം പറയുന്നത് സ്വന്തം വീടായി മാറി പലരുടെയും. അപ്പൊ ആരാണ് സമാധാനത്തിൽ ജീവിക്കുന്നത്? ഇന്നേവരെ മൃഗം പോലും കോടതിയിലെ ഡൈവോഴ്സിന് വേണ്ടി എത്തിയിട്ടില്ല. അവര് കൗൺസിലിംഗ് ഇന്നേവരെ വന്നിട്ടില്ല. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, ഇണ ചേരുന്നു. നമ്മുടെ അവസ്ഥ എന്താ? ഒരു മഹാഭൂരിപക്ഷം പേരുടെ വീട്ടിലേക്ക് ഒരൊറ്റ സമാധാനം ഇല്ല സഹോദരന്മാരെ. വലിയ കോടികൾ കൊടുത്തിട്ട് കല്യാണം നടത്തിയിട്ടും കോടികളുടെ വീടെടുത്ത് കൊട്ടാരം എടുത്തിട്ട് പോലും കിട്ടാത്തൊരു വലിയ അമൂല്യമായ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാല് സമാധാനം. ഒരുപാട് സന്തോഷം, ഒരുപാട് സംതൃപ്തി, കണ്ടന്റ്മെന്റ് എന്ന് പറയും. ഒരുപാട് കൺകുളിർമ ഭാര്യയിലൂടെ, മക്കളിലൂടെ. ഇതൊന്നും നമ്മൾ ലഭിക്കുന്നില്ല. മൃഗങ്ങളാവട്ടെ ഒരുപാട് സമാധാനത്തിൽ ജീവിക്കുന്ന സഹോദരന്മാരെ. ഇനി അവരും പ്രസവിക്കുന്നുണ്ട്, നമ്മളും പ്രസവിക്കുന്നുണ്ട്. അവര് സാധാരണ സുഖമായിട്ട് പ്രസവിക്കുന്ന നമ്മളാവട്ടെ 50,000 രൂപ 1 ലക്ഷം കൊടുത്തിട്ട് വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവം പറയുന്നത് ഒരു രോഗമാക്കി മാറ്റി പലരും അത് സിസേറിയനിലേക്ക് എത്തിച്ചു. അതാണ് നമ്മുടെ അവസ്ഥ സഹോദരന്മാരെ. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ പലപ്പോഴും എനിക്ക് തോന്നിയത്, മൃഗങ്ങൾ നമ്മളെക്കാട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവര് മരണപ്പെട്ട നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര ഭംഗിയായിട്ട് ചില മൃഗങ്ങളൊക്കെ അവരവരുടെ മയ്യത്ത് അവര് മരണപ്പെട്ട അവരുടെ ജഡം എത്ര എളുപ്പത്തിൽ ഭംഗിയായിട്ട് കുഴിച്ചിട്ട് അവര് മൂടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത ജീവിതത്തിലേക്ക് പോയി. നമ്മള് 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 30-ാമത്തെ ദിവസം, ഏതൊക്കെയോ ദിവസങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അടിച്ച് പൊളിച്ച് ബിരിയാണിയും കഴിച്ചിട്ട് അതിനെ മറക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ എന്തൊരു ലോകമാണ് അല്ലാഹു. എന്താണ് ഈ മനുഷ്യ സമുദായത്തിന് ചിന്തിക്കാൻ പറ്റാത്തത്? ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിലയിരുത്തുക സഹോദരന്മാരെ. നമ്മൾ എന്നെ വിലയിരുത്തുക. നമ്മൾ കന്നുകാലികളെ പോലെ ഇങ്ങനെ ജീവിച്ച് ചിലപ്പോൾ റോഡിലോട്ടൊക്കെ കാണാറില്ല, ഒരു പെട്ടെന്ന് ഉണ്ടാവും മറ്റേ പട്ടി മരിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ പൂച്ച മരിച്ചു കിടക്കുന്നു. ഇതേപോലെ മനുഷ്യന്റെ പലരുടെ ജീവിതം പെട്ടെന്ന് നടു റോട്ടിൽ അങ്ങ് മരണപ്പെട്ടു പോവുക.
പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെട്ടു പോവാ സഹോദരന്മാരെ. ഇങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടി ജീവിച്ച് പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകേണ്ട ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? അല്ലല്ലോ. നമ്മളും കന്നുകാലിയും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. എനിക്കും നിങ്ങൾക്കും ബുദ്ധി എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അത് ചിന്തിക്കാനാ ഞാൻ എൻ്റെ മക്കൾ വെച്ച മക്കളെ, മൃഗവും നമ്മളും അവർ നോക്കുമ്പം എന്താ വ്യത്യാസം? അപ്പൊ മക്കള് പറഞ്ഞു, പാപ്പ മൃഗങ്ങളുടെ ഇടയിൽ ഒരുപാട് പുതിയ കണ്ടെത്തലുകളൊന്നുമില്ല. നമ്മളാണെങ്കിൽ മനുഷ്യന്മാർ എത്രയോ സിവിലൈസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. E=mc² എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആറ്റം ബോംബ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആറ്റം ബോംബ് ഇട്ടിട്ട് ഒരുപാട് മനുഷ്യന്മാരെ കൊന്ന് വധിച്ചു എന്നാണ് ആലോചിക്കുക. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ വലിയ ഗർവ് നടക്കുന്നുണ്ട്. മൊബൈൽ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ മൊബൈലിലൂടെ അൽഹംദുലില്ലാ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ഗുണത്തെക്കാട്ടി കൂടുതൽ ദോഷമായി കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? ഒരുപാട് യുവാക്കൾ പോർണോഗ്രാഫി അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. യൂട്യൂബിൽ നല്ല പ്രസംഗത്തെക്കാട്ടി ഏറ്റവും കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് മില്യൺ വ്യൂസ് ഒക്കെ കാണുന്നത് വൃത്തികെട്ട യൂട്യൂബ് രംഗങ്ങളായിരിക്കും കണ്ടാവുക. വീട്ടിൽ മൊബൈൽ ഉണ്ടായത് കൊണ്ട് എന്ത് സംഭവിച്ചാലും ബന്ധങ്ങൾ തകരുന്നു. മാതാപിതാക്കൾ മക്കൾ തമ്മിൽ തന്നെ ഒരു ബന്ധമില്ലാതെ ആയിത്തീരുന്നു. അപ്പൊ നമ്മൾ ഈ കണ്ടുപിടുത്തൽ കൊണ്ട് നമ്മൾ വലിയ അഹങ്കരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം നശിച്ച് വരികയാണോ ചെയ്യുന്നത്? നമ്മൾ വലിയ ഗർവോട് പോലും നമ്മൾ മനുഷ്യന്മാരെ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ച്, പക്ഷെ ഇതേ ഒരു ഫൈറ്റർ എയ്റോപ്ലെയിൻ വെച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് ബോംബ് വർഷിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അതിർത്തിയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നു. ഇന്നേ വരെ ഒരു കാട്ടിലും പോലും ഒരു യുദ്ധം നടന്നിട്ടില്ല. നമ്മൾ നല്ലോണം ചിന്തിക്കുക. പുലിയും മാനും എല്ലാവരും അവിടെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് ഗുണമാണോ ദോഷമാണോ സംഭവിക്കുന്ന ആത്മാർത്ഥമായിട്ടൊന്ന് വിലയിരുത്തുക സഹോദരന്മാരെ. ഈ ബുദ്ധി എന്ന് പറയുന്നത് ഒന്ന് കുറച്ചെങ്കിലും ലേശം ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ. നമ്മൾ ആരാണ് യഥാർത്ഥത്തില്? ഞാനൊരു സൃഷ്ടിയാണ്. എനിക്കൊരു സൃഷ്ടാവുണ്ടോ? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? ഈ ജീവിത ലക്ഷ്യം എന്ത്? ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവിടെ പോയിട്ട് എൻ്റെ ജീവിതം എന്തായിരിക്കും? ഇതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ചെറിയ ബുദ്ധിയും ഒരു നല്ല മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. എന്നിട്ടൊന്ന് കണ്ടെത്താൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അള്ളാഹുവാണ് സത്യം. നമ്മുടെ ചെറിയൊരു ബുദ്ധിയും നല്ലൊരു മനസ്സും ഉണ്ടെങ്കിൽ, ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അത് കാണിച്ചു തരും, ഉറപ്പുണ്ട്. എന്തുകൊണ്ടാ 18 വയസ്സിൽ ഈ ചിന്ത തുടങ്ങി? അന്ന് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടായിരുന്നു, ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഖുറാനിലേക്ക് കണ്ടെത്തി. ഖുറാനുകൾ പഠിച്ചു, പ്രവാചകന്റെ ചര്യ പഠിച്ചു. അതിലൂടെ ഒരുപാട് എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തി തുടങ്ങി. അൽഹംദുലില്ലാ. ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുക സഹോദരന്മാരെ. ഒരു ദിവസം ഞാനും നിങ്ങൾ മരിക്കുമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്ക് സഹോദരന്മാരെ. പേപ്പറിലുള്ള ചരമ വാർത്തയിൽ ഒരു ദിവസം എൻ്റെ ചിത്രം കൂടി വരും എന്ന് ഉറപ്പിച്ച് ചിന്തിക്കുക. പെട്ടെന്ന് ഇപ്പൊ ഡോക്ടർ മുഹമ്മദ് ഷാൻ മരണപ്പെട്ടു. ജന്നത്തുൽ ബഖീൽ ഖബറടക്കി. അൽഹംദുലില്ലാ. എൻ്റെ വലിയ ആഗ്രഹമാണ് ജന്നത്തുൽ ബഖീലേക്ക് എത്തണം. ഇത് കേൾക്കുമ്പോൾ വലിയ നെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലോ, ഇത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഇങ്ങനെ തന്നെ ഓരോരുത്തരും ദുനിയാവിൽ നിന്ന് പോകുന്നത്. നിങ്ങളും അങ്ങനെ പോകും. അപ്പം ഇന്ന് തന്നെ കണ്ണ് തുറക്കുക. അള്ളാഹു കണ്ണ് തുറപ്പിക്കും. അള്ളാഹു ആണ് ഒരു ദിവസം നമുക്കൊരു വലിയൊരു അനുഭൂതിയായിട്ട് ഒരു സൃഷ്ടികൾ നമ്മുടെ റൂഹ് കൊണ്ടുപോകുന്ന നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു തുടങ്ങും. അന്ന് ഖേദിക്കരുത്. അന്ന് കണ്ണ് തുറന്നിട്ട് കാര്യമില്ല. ഒന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുക സഹോദരന്മാരെ. നമുക്കൊരു പടച്ച റബ്ബ് ഏകനായ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അവൻ ഏകനാണ്. അള്ളാഹു ഏകനാണ്. അള്ളാഹു അദൃശ്യനാണ്. അള്ളാഹുവാനാണ് എന്നെ സൃഷ്ടിച്ചത്. ഭൂമി ലോകം മുഴുവനും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവ്. നമുക്ക് കൃത്യമായിട്ട് മാർഗദർശനം അള്ളാഹു പ്രവാചകനിലൂടെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ, ഖുർആനിലൂടെ കാണിച്ചു തന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ചാൽ ഇഹലോകത്ത് വിജയിക്കും, നാളെ പരലോകത്ത് വലിയൊരു വിജയം ലഭിക്കും. നമ്മുടെ ഓരോ സെക്കൻഡുകൾ, മിനിറ്റുകൾ, നമ്മുടെ ഓരോ നോട്ടം, ഓരോ വാക്കുകൾ, നമ്മൾ നേടിയ സമ്പാദ്യം, അത് എവിടെ നിന്ന് നേടി, എവിടെ ചെലവഴിച്ചു, എങ്ങനെ ജീവിച്ചു, എന്ത് ചെയ്തു, ഇതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം നാളെ മരണപ്പെട്ട ശേഷം അള്ളാഹുവിന് ബോധ്യപ്പെടുത്തണം.
ബോധ്യപ്പെടുത്തണം സഹോദരന്മാരെ. ഒരു വിചാരണയുണ്ട്, ഇതിനൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനടിസ്ഥാനത്തിൽ ജീവിച്ച് തുടങ്ങിയ സഹോദരന്മാരെ, ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ദയവ് ചെയ്ത് ഈ കന്നുകാലികളെ പോലെ ഇങ്ങനെ ജീവിച്ച് കല്യാണം കഴിച്ച് കുട്ടികളായി ഭക്ഷണം കഴിച്ച് പെട്ടെന്നൊരു ദിവസം അങ്ങ് മരണപ്പെട്ടു പോകുന്ന അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട് കൊടുത്ത് നിന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാഹുവേ. ആമീൻ 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 യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.